ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാര്യാഭർത്തൃബന്ധം സന്തോഷകരമായി മുന്നോട്ടു പോകണമെങ്കിൽ പരസ്പര ധാരണയും സൗമനസ്യവും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. എന്നാൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിലെ വെല്ലുവിളികളെ തരണം ചെയ്യാനാവൂ. നമ്മുടെ നാട്ടിൽ കുടുംബബന്ധങ്ങൾ ശിഥിലമായി വരികയാണ്. വിവാഹ മോചന കേസുകൾ ദിനം പ്രതി പെരുകുന്നു. സ്ത്രീയുടെയും പുരുഷൻ്റെയും വൈകാരിക തലങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഇരുവരും മനസ്സിലാക്കിയിരിക്കണം. പുരുഷൻ ബുദ്ധിയിലും സ്ത്രീ മനസ്സിലുമാണ് ജീവിക്കുന്നത്. മറ്റെന്തിലുമുപരി ഭർത്താവിൽ നിന്ന് വൈകാരികമായ ഒരു പിന്തുണ സ്ത്രീ ആഗ്രഹിക്കുന്നു. അല്പം സ്നേഹം, അല്പം ശ്രദ്ധ, തൻ്റെ വാക്കുകൾക്കും പ്രയാസങ്ങൾക്കും കരുതലോടെ ചെവി കൊടുക്കാനുള്ള സന്നദ്ധത ഒക്കെ സ്ത്രീ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയും അംഗീകാരവും സ്നേഹവും വിധേയത്വവും പുരുഷനും ആഗ്രഹിക്കുന്നു. സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം സേവകരാകും, അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. പരസ്പരം അറിഞ്ഞും വിശ്വസിച്ചും ഭാര്യാഭർത്തൃ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ക്ഷമയും സഹനശക്തിയും വേണം. പലപ്പോഴും വേണ്ടത്ര പക്വതയില്ലാത്തവരും ജീവിത പങ്കാളിയുടെ വികാരവിചാരങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തവരും തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. ഒരാവേശത്തിൻ്റെ പുറത്ത് ശരീരങ്ങൾ തമ്മിൽ മാത്രം തോന്നുന്ന ആകർഷണമല്ല സ്നേഹം. ആത്മബന്ധമാണ് യഥാർത്ഥ സ്നേഹം. ഇന്ന് പല യുവതിയുവാക്കളും ടിവിയും സിനിമയും മറ്റും കണ്ടിട്ട് അത്തരം വിവാഹ ജീവിതമാണ് സ്വപ്നം കാണുന്നത്. അതിന് സാധിക്കാതെ വരുമ്പോൾ നിരാശരാകുന്നു. യുവതിയുവാക്കൾ പഠിത്തവും ജോലിയും മാത്രം ലക്ഷ്യമാക്കിയാൽ പോരാ. വിവാഹത്തിന് മുൻപ് തന്നെ നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ട മാനസികമായ തയ്യാറെടുപ്പ് ഇരു കൂട്ടർക്കും ആവശ്യമാണ്. ദാമ്പത്യത്തിൽ ആർക്കും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനാവില്ല. സ്നേഹവും സഹകരണവും നൽകാൻ തയ്യാറാകുന്നതിനോടൊപ്പം അവ തിരിച്ചു കിട്ടാൻ ക്ഷമയോടെ കാത്തിരിക്കുകയും വേണം. ഇരുവരുടെയും വ്യക്തിജീവിതത്തിൽ പല പ്രശ്നങ്ങളുമുണ്ടാകും. അപ്പോഴൊക്കെ ഒരാളുടെ പ്രയാസത്തിൽ മറ്റേയാൾ തുണയാകണം. അങ്ങനെയായാൽ സ്നേഹം താനേ വളരും. ത്യാഗവും സ്നേഹവുമാണ് കുടുംബജീവിതത്തിൻ്റെ ചിറകുകൾ. അതാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വിഹായസിലേക്ക് പറന്നുയരുവാൻ ദമ്പതിമാരെ സഹായിക്കുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.